ഏട്ടാ ഏട്ടാ സമയം ഒരുപാടായല്ലോ, നിങ്ങളിന്ന് പോന്നില്ലേ? പോകുന്നുണ്ട്. എന്നാന്ന് ഇന്ന് കുറച്ച് നേരത്തെ കേറുവാ. നേരത്തെയാ? എന്നാ നേരത്തെ കയറിട്ട് പോണ്ടേ? ഭയങ്കര തലവേദന പറ്റുന്നില്ല, എന്തായാലും കാണിക്കണം. എന്റെ വിജി, തലവേദന ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഒന്നത് നമ്മൾ ഒരുപാട് സമയം ഫോണ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയില്ല. നീ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് നിന്റെ പണിയെല്ലാം ഒരുങ്ങിട്ടാകുമ്പോ നല്ലോണം ആവി പിടിക്കുക, എന്നിട്ട് വിക്സും പറ്റി ഒന്ന് കിടക്ക്. ഇനി പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പറ്റില്ല, നീ ഒന്ന് കിടന്നോ. ഈ തോടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടല്ല കേട്ടാ, അത് നല്ല വേദനയുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടാ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നമുക്ക് എപ്പം ദിവസം കാണിക്കാം. തലവേദന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് കുളിക കുടിച്ച് പഠിച്ചു പോയി. പിന്നെന്ന് എന്നായി രാവിലെ പൊതച്ചു മൂടി ഇടി ഇന്ന് നീ ഒരു എന്തെല്ലാം പണിയുണ്ട് എനിക്ക് ഈ വീട്ടില്. എനക്കാകുന്നില്ല കേട്ടാ. എന്നാണ് നിന്റെ പ്രശ്നോ? ഒരു തലവേദന എത്തിക്കാ കൊണ്ടുവിച്ച്. നീ രോഗിയായി ചമയല്ല, ഈ രോഗം കളിക്കൽ ചിലയാളെ രോഗമാണ്. എത്ര പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. ഒരു ജലദോഷം വന്നാൽ മതി, എതിലൂടെ അങ്ങ് പാഞ്ഞാൽ മതി. ഇവിടെ ആർക്കും അസുഖമില്ലാത്ത? എനിക്ക് ഈ കുട്ടികളെ കാര്യം നോക്കാൻ പഠിച്ചിട്ടില്ല. 2 ദിവസം കുട്ടികൾക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് സൗകര്യമായി ഇവിടെ ഇരുന്ന് കിനാവ് കാണും. ഞാനൊന്നും പറയുന്നില്ല. എന്റെ വിജി, ഈ ഒരു കാലം വെച്ച് എത്ര നാളായി ഞാൻ ആരോടെങ്കിലും പരാതി പറയുന്നുണ്ടാ? ഒരു ഇത്രപ്പൊടി തലവേദന വരുമ്പോഴത്തേക്ക് ഭയങ്കര. ഏട്ടാ, നിങ്ങളായിട്ട് വരുത്തി വെച്ചല്ലേ കൂട്ടുകാരന്മാരപ്പുറം പോയി കമ്പനി കൂടിയിട്ട്. ഇതങ്ങനെ അല്ലല്ലോ ഏട്ടാ, എനിക്ക് പറ്റായിട്ടാന്ന്, അല്ലാണ്ട് കളിക്കുന്നൊന്നും അല്ല. ഇതാരോടെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? അതെ, ഇന്ത്യ ഭാഷയില് എല്ലാം അങ്ങനെയാ. അടിക്കലുണ്ട്. വൈകുന്നേരം പണിയെല്ലാം കഴിയുമ്പോ കുറച്ച് അടിക്കലുണ്ട്. എന്ന് വെച്ചിട്ട് സംഭവിക്കുന്ന എല്ലാം അങ്ങനെയാ. നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നീ അത് പറയൂ. ഇപ്പം കാണിക്കാൻ പോകാത്തന്റെ ദേഷ്യമല്ലേ? നീ എന്തുവാ എന്നോട് വർത്താൻ പറയുന്നു? ഇതുവഴി ഞാൻ വേഗം എത്തൂലേ? ഓക്ക് എന്തോ ചെറിയ തലവേദന പോലെ ഒരേ പിടിയാന്ന്. എന്ത് തലവേദനോടോ? സാധനം കിട്ടി ലേശം തലവേദന എങ്ങനെയാന്ന് അറിയില്ലോ. റൈറ്റിലെ കൊള്ളിലെ തലവേദന കൊണ്ടാ ഞാൻ ഈ സാധനം മേടിച്ചു. ഇവിടെ ഇരിക്കും സമയം ഒന്നടിച്ച് പോലെ ആണടിക്ക്. എന്റെ അഖിലെ ഒന്നും പറയണ്ട, എപ്പോഴും നോക്കിയാലും ഒക്കെ അസുഖമാണ്. എന്നൊന്നും മടുത്ത് വാങ്ങിച്ച പണിയെടുക്കുന്ന പൈസ തേച്ചും ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാൻ ഇവര് പറയുന്നു. ഇതേടെ ശരിയാവുക? നമ്മൾ എന്തെല്ലാം സഹിച്ചിട്ട് ഈ പണിക്കെല്ലാം പോകുന്നു. ചായിച്ചോട്ടെ, ഇതെല്ലാം അവരെ അടവാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പറ്റി തുടങ്ങി അടി തുടങ്ങി. ഏട്ടാ, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നാണ് വിജി ഞാൻ വരുന്നത്. ഞാൻ മരിക്കാൻ പോയൊന്നുമല്ല. നീ ഫോൺ വെച്ചോട്ടെ. എന്നാടോ ഇത്ര പ്രശ്നോ? ഒരു സമാധാനത്തിൽ ഇത്തിരി നീ പറഞ്ഞ പോലെ ഞാൻ വേറും അടവായിട്ടുള്ള അത് ഒരു ആ സമയം വീട്. നമുക്കിതിപ്പോ ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ അടിച്ചിട്ട് പിള്ളേർ മീൻ പിടിക്കാൻ വരുന്നുണ്ട്. ആരിപ്പം വരും. ഒന്നും കൂടി വയ്ക്കടാ. എന്റെ നമുക്കൊരു 5 കൂടി മേടിക്കല്ലേ? നോക്കിക്കേ. നോക്കാം. നാടിത് എന്തൊരു സങ്കടാണിത്. ഒരു അടി തന്നെ. നിങ്ങളവിടെ വെച്ച അലക്കായിരുന്നു. അടബെക്ക് അടവെക്ക് ഉച്ചപ്പാക്കി അടയാലും വെക്കുങ്ങൾ തീരുമാനമൊക്കെ ആദ്യം തീർത്തിട്ട് പോകുന്ന വിളിച്ചോ. അവിടെ വിളി നിന്നിപ്പോ ആടെ ഇരിക്കുമ്പോഴേ വിളി. ഇപ്പം വിളിക്കുകയേ വേണ്ട. വിളിയിൽ നിന്ന് ഒക്കെ ഒരു പ്രശ്നവുമില്ല. എന്റെ തലവേദന പോയിപ്പോലെ.
തലവേദന വന്ന് മരിച്ചാ നീ തലവേദന വരുമ്പോഴത്തേക്ക് വിജയ എടിയാ പോയിനപ്പ വിജയേ വാതിലും തുറന്നിട്ട് ഫുള്ള് ലൈറ്റ് കൂട്ടിന് ഇവിടെ പോയി ഒച്ച കേൾക്കൂല വിജയ ഓർക്കണേ നീ എന്നെ കളിപ്പിക്കുന്നെന്ന് വെച്ചിട്ടല്ല ഞാൻ പോയെടുക്കാൻ ഞാൻ നീ എപ്പോ അങ്ങനെ വിളിക്കുന്നുണ്ടല്ലേ ഇടക്കടെ വെറുതെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ കണ്ണു തുറക്കണേ കണ്ണു തുറക്ക് വിജയ കണ്ണു തുറക്കണേ കണ്ണു വന്നാ അച്ഛൻ എന്തിനാ കഴിയുന്നത്? ഒന്നുമില്ലപ്പാ കരഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ വീണ്ടും അമ്മേനെ ഓർത്തല്ലേ? അച്ഛന്റെ തെറ്റാണ്. എന്നോട് കെഞ്ചി പറഞ്ഞ അമ്മ നേരത്തെ വരണം. അച്ഛന്റെ കൂട്ടുകെട്ടും കൂടി തന്നെ എന്റെ മക്കളെ ചിന്തിക്കും. ചിലപ്പോ അവള് ബാക്കിയായനെ മോള് പോയി കുടിക്കട്ട ദൈവട്ട് വരാൻ സമയമായി. കൊച്ചൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരാം.